നല്ല പടം. പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രൂവൺ ആക്ടേഴ്സ് അല്ലേ, പ്രൂവൺ ആക്ടേഴ്സ്. ബട്ട് മൂവി ഈസ് റിയലി ഗുഡ്. ഒരു അണ്ടർറേറ്റഡ് ആണ് ഇതുവരെ, ബട്ട് എവരിവൺ ഷുഡ് കം ആൻഡ് വാച്ച്. ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. ഈ മാമന് ശേഷമുള്ള ഇവരുടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് രണ്ടുപേരും? ദേ ആർ ഗ്രേറ്റ് ആക്ടേഴ്സ്. നല്ല കോമ്പിനേഷൻ ആണ്. ബട്ട് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന മൂവി. ഇറ്റ്സ് ഗുഡ് മൂവി. ഈ മാമൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫഹദിന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര രീതിയിൽ ട്രെൻഡായി മാറുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇതില് അത്തരത്തിൽ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? ഫഹദ് ഈസ് എ പ്രൂവൺ ആക്ടർ. അങ്ങനെ ട്രെൻഡിങ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇറ്റ്സ് എ ഗുഡ് മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. ദേ ആർ പ്രൂവൺ ആക്ടേഴ്സ്. ഇതിന്റെ പൊളിറ്റിക്സ് എന്താണ് പറയുന്നത് ശരിക്കും സിനിമയിലോട്? അത് ഞാൻ സ്പോയിലർ ആയിപ്പോ. ബട്ട് എവരിവൺ ഷുഡ് കം ആൻഡ് വാച്ച്. വളരെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു എന്താ പടം കണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. അതായത് ഫഹദ് ഫാസിൽ നല്ല തമിഴൊക്കെ ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഫഹദ് ഫാസിലിന്റെ അങ്ങനെ ഒരു നാച്ചുറൽ ആക്ടിങ് നമ്മൾ തമിഴ് വേറൊരു ലാംഗ്വേജിൽ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിരുന്നു. ഫഹദ് ഫാസിലാണെങ്കിലും വടിവേലും ആണെങ്കിലും നല്ല രസമായിട്ടു. അതിൽ എന്താ ഇറ്റ്സ് എ കോമഡി ഓൾസോ, ദർ ഇസ് എ ത്രില്ലർ ഓൾസോ, ദർ ഇസ് ഇമോഷൻസ് ഓൾസോ. വെരി നൈസ് മൂവി. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ഫാഫ വടിവേലി കോമ്പിനേഷൻ നമ്മൾ മറ്റേ പടത്തിൽ കണ്ടാണ് ഒരു ഓപ്പോസിറ്റ് ടീം ആയിട്ട്. ഇതിനകത്ത് ആക്ച്വലി സെയിം ടീം നല്ല രസമുണ്ടായിരുന്നു. ഒരു ഭയങ്കര അത്യാവശ്യം സ്ലോ പേസ്ഡ് ആണ്. ഒരു ഇന്റർവ്യൂടെയാണ് നമുക്ക് പടത്തിന്റെ ഏതാണ് ഗതി നമുക്ക് മനസ്സിലാവുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സംഭവം. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വേട്ടയാനിലെ ഫാസിലെ ആ ക്യാരക്ടർ സിമിലർ ക്യാരക്ടർ അതിനകത്തും അത്യാവശ്യം ഹാപ്പി പോലൊക്കെ ആയിട്ടുള്ള എന്നാൽ കുറച്ച് കളത്തിലൊക്കെയുള്ള ക്യാരക്ടർ. ഓവറോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. ജസ്റ്റ് ഒരു ത്രില്ലറാണ്, സ്ലോ പേസ്ഡ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു പടമായിട്ട് തോന്നി. രണ്ടുപേരുടെയും ഫഹദും വടിവേലും നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അവർ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി മാമന്നിൽ. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇതിലുള്ളത്. ഇതൊരു റോഡ് ട്രാവൽ മൂവി പോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനീഷ്യലി ഭയങ്കര പ്രീസി ആയിട്ട് ഭയങ്കര ഒരു എന്താണ് ഒരു ട്രാവലിലാണ് തമിഴ്നാട്ടിൻ്റെ വളരെ നല്ല രസമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയെല്ലാം കാണിച്ചുകൊണ്ടാണ് എടുത്തേക്കുന്നത്. ഭയങ്കര ബ്രീസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ ടുവേർഡ്സ് അതിൻ്റെ ഒരു ത്രില്ലർ മോഡിലേക്ക് പടം ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്, നാച്ചുറലി തന്നെ മാറുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ അറിയാതെ അതിലേക്ക് നമ്മൾ വീണ് പോകുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ്, ഡയറക്ഷൻ, പിന്നെ ഡയലോഗ്സ് എല്ലാം ഭയങ്കര എക്സെപ്ഷനലി ഗുഡ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതാണ് പറയുന്നത്. കുഴപ്പമില്ല, നല്ലൊരു പ്രമേയം കേട്ടോ. അന്നത്തെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു കഥയാണ്. എന്തായാലും അത് നല്ല പുതുമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളത് കുറേ കണ്ടിട്ടുള്ളതാണ്. അത് പക്ഷേ നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. തമിഴ്മാർക്ക് വലിയ അത്ഭുതമായിരിക്കും ഫഹദിന്റെ അഭിനയം. പക്ഷെ നമ്മൾ ഫഹദിന്റെ റോളുകളൊക്കെ അത് അടിപൊളി കണ്ടാണല്ലോ. നമ്മുടെ 20 മുതൽ നിന്ന് ഫഹദ് ഇറങ്ങി വന്ന പോലെ ഒരു തോന്നലാണ് അത് കണ്ടത്. പക്ഷെ നന്നായിട്ടുണ്ട്, വടിവേലുമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല ട്രീറ്റ് നന്നായിട്ടുണ്ട് പടം. കുഴപ്പമില്ല, നമുക്ക് ഒരു പുതുമയില്ലെന്നേ ഉള്ളൂ ഫഹദിന്റെ ഇത്. തമിഴ് ഹിറ്റാവും കേട്ടോ, ഷുവറാണ്, അടിപൊളിയാണ്. അതേപോലെ ഫഹദും വടിവേലും മാമനിലാണ് അതിനുശേഷം ഒരു വീണ്ടും ആ കോമ്പിനേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഓർത്ത് വടിവേലു ഇച്ചിരി ഡൗൺ ആവുമെന്ന് ഓർത്ത് ഫഹദിന്റെ മുന്നിൽ. പക്ഷെ വടിവേലു അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും കട്ടയ്ക്ക് ഇന്റർവെൽ കഴിഞ്ഞ് വടിവേലു ഇടുപ്പനായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് വടിവേലു ഇന്റർവ്യൂ കേട്ടോ. ഫഹദിനെ ആസ്യൂഷ്യൽ അറിയാലോ, മലയാളത്തിൽ ഒത്തിരി ചെയ്തിട്ടുള്ള പോലത്തെ റോളുകളാണ്. പക്ഷെ പുള്ളി കിടുപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സസ്പെൻസ് ഉള്ള പടമാണ്. അവസാനമാണ് നമ്മൾ ഇതിന്റെ ഇത് അറിയുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറെ കൺട്രോൾ ട്രീറ്റാണ്. നന്നായിട്ടുണ്ട് പടം, കുഴപ്പമില്ല. കോമഡി കുറവ്. ആദ്യത്തെ ഒരു ഇന്റർവെൽ വരെ ശകലം കോമഡി ഉണ്ട്. ഇന്റർവെൽ കഴിഞ്ഞ് അത് ഒരു സീരിയസ് പടം ആവുകയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം, നന്നായിട്ടുണ്ട്. വടിവേലു കിട്ടില്ലായിരുന്നു. നല്ല അഭിനയമാണ്. വടിവേലും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയമാണ്. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. നല്ല ഇതാണ്. ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നല്ല കഥയും കാര്യങ്ങളൊക്കെ ഉള്ളത്.